ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ റിമൂവൽ മെത്തേഡുകളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഒരുപാട് മെത്തേഡുകളും ഉണ്ട്. അതിലൊരു 3 മെത്തേഡിനെ കുറിച്ചും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പം ഈ ഒരു മാറുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് വാക്സിംഗ് ആണ്. ഇപ്പം ഷേവ് ചെയ്യുന്നവരുണ്ട്. ഷേവ് ചെയ്യുമ്പം ചിലർക്ക് ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ കട്ട്സും നിക്സും ഒക്കെ ഉണ്ടാവാം, ചിലർക്ക് ഉണ്ടാവത്തില്ല. അതൊരു പ്രൊഡക്റ്റിനനുസരിച്ചൊക്കെ ഇരിക്കും, ഒരു ബോഡി ടൈപ്പ് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് 2 അഭിപ്രായങ്ങൾ വരുന്നത്. ചിലർ പറയും ഡാർക്ക്നെസ് വരില്ല, ചിലർ പറയും ഡാർക്ക്നെസ് വരും. അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും കേട്ടോ. പിന്നെയുള്ളൊരു മെത്തേഡ് ഹെയർ വാക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് വാക്സിങ്. പക്ഷേ വാക്സിങ് കൊണ്ടുള്ള ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മൾ ഈ ഒരു പെയിൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ചിലർ 2 മാസമൊക്കെ കൂടുമ്പോഴായിരിക്കും ചെയ്യുന്നത്. അപ്പം വളരാനായിട്ട് ഒരുപാട് സമയം എടുക്കുമെങ്കിൽ പോലും ഭയങ്കര പെയിൻഫുള്ളാണ്. അതുപോലെ തന്നെ വാക്സ് ചെയ്ത് കഴിയുമ്പോൾ ബംസും അതുപോലെ തന്നെ റെഡ്നെസ്സും പിന്നെ പിമ്പിൾസ് ഉണ്ടാവും ചിലർക്ക്. പിന്നെ ഈ ഒരു വാക്സിൻ കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് ടാനിങ് കുറയും എന്നുള്ളതാണ്. പിഗ്മെൻറ്റേഷൻ, ടാനിങ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കുറയും. അതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പിമ്പിൾസും അതുപോലെ തന്നെ റെഡ്നെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിനെ കഴിഞ്ഞും കൂടുതലായിട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഹെയർ റിമൂവിങ് ക്രീമുകളാണ് കേട്ടോ. കാരണം ഹെയർ റിമൂവിങ് ക്രീമുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 5-10 മിനിറ്റ് മതി. ഇപ്പം ഞാൻ തന്നെ ഇങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല, നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഹെയർ റിമൂവിങ് ക്രീമുകളുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഏത് ലെങ്ത് ആണെങ്കിലും, ലെങ്ത്ത് കൂടിയ മുടിയാണെങ്കിലും ലെങ്ത്ത് കുറഞ്ഞ മുടിയാണെങ്കിലും നമുക്ക് ഒരുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ റിവേഴ്സ് ചെയ്യും. പതുക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ടാൻ ഉണ്ടെങ്കിൽ ടാനിനെ കുറയ്ക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. എനിക്കിങ്ങനെ വേദനയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് വാക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ചില സമയത്ത് ജീവൻ പറഞ്ഞു പോകുന്ന വേദനയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ റെഡ്നെസ്സോ അല്ലെങ്കിൽ പിമ്പിൾസോ ഒന്നും ഉണ്ടാവില്ല. സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ DIY ആയിട്ട് ചെയ്യാം. പാർലറിലോ അല്ലെങ്കിൽ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ക്യാരി ചെയ്തിട്ട് പോയിട്ടാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ക്രീമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ ഒരു ന്യൂഡിൻ്റെ ആൻറ്റി ടാനി ഹെയർ റിമൂവൽ ക്രീമാണ് കേട്ടോ. അപ്പം നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ഹെയർ റിമൂവൽ ക്രീം ഉണ്ട്, ന്യൂ ബൈ ഒന്നും അല്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഒന്നല്ല 2 ക്രീമുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ഇതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കൈ, കാല്, അണ്ടർ ആംസ്, ഒരു ഫുൾ ബോഡി ഒരു ഹാഫ് പോർഷൻ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എൻ്റെ കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ ഒരു റിസൾട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഇപ്പോൾ രോമമൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്തിട്ട് പിന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വളർന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ അർബുട്ടി ഞാൻ കോജിക് ആസിഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡാർക്ക് സ്പോട്ട്സിനെയും സ്കാർസ് അങ്ങനെയൊക്കെ ഉള്ളത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയും. കുറേ പേർക്ക് അണ്ടർ ആംസിൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ പപ്പായയുടെയും അലോവേരയുടെയും എക്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മുടിക്ക് അത്ര നല്ലതും അല്ല, എന്നാൽ സ്കിന്നിന് നല്ല പ്രൊഡക്റ്റും ആണ്. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിൻ്റെ ഫ്രീക്വൻസിയും കുറയും, എന്നാൽ സ്കിന്നിന് അതൊരു കുഴപ്പം ഉണ്ടാവത്തില്ല. അതുപോലെ ഇതിൻ്റെ സ്മെല്ല് ഹാർഷായിട്ടുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. അതുപോലെ ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 5 to 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഹെയർ ഗ്രോത്ത് ഒക്കെ അനുസരിച്ചിട്ട് നമുക്കതിങ്ങനെ തൂത്ത് കളയാം. അപ്പോൾ ഞാൻ 7-8 മിനിറ്റ് വെച്ചുള്ളൂ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു തുടിയോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് ഞാൻ തൂത്ത് കളയുന്നുണ്ട്. ഇങ്ങനത്തെ ടിഷ്യൂ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തോരം ക്ലിയർ ആയിട്ടാണ് ആ രോമം പോരുന്നതെന്ന്. അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ സ്കിന്ന് കാണാനായിട്ട്. അതേപോലെ അതിന് ടാനൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല ക്ലിയർ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.